സർജറികളും ഇവിടുത്തെ ഏത് മെഡിക്കേഷൻസും ഇവിടുത്തെ എന്തെല്ലാം പുരോഗമനങ്ങളും ഒരു മനുഷ്യനെ നന്നാക്കാൻ, ആരോഗ്യമുള്ളവനാക്കാൻ, സൗന്ദര്യമുള്ളവനാക്കാൻ പരിശ്രമിക്കുന്നെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പോകും. ഇവിടുത്തെ ബ്യൂട്ടീഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ കൃത്രിമമായ കാര്യങ്ങൾക്കൊന്നും ഒരു മനുഷ്യനെ എപ്പോഴും നിർത്താൻ നോക്കുക. കർത്താവാണെങ്കിൽ നരച്ചാൽ ചുമക്കാമെന്ന് പറഞ്ഞിങ്ങോട്ട് വരുമ്പോൾ നരച്ച ഒന്നിനെയും കാണുന്നില്ല. കാരണം എപ്പോഴും കർപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ കർത്താവിനെ ചുമപ്പിക്കും. ഈ കർപ്പിച്ചു ചുമക്കും അതുമില്ല. അങ്ങനെ മനുഷ്യൻ അവന്റെ സൗന്ദര്യം നിലനിർത്താൻ എന്തെല്ലാം പരിശ്രമിച്ചാലും അവൻ വിജയിക്കുകയില്ല. എന്നാൽ എന്റെ കർത്താവ് വരുമ്പോൾ അവന് പൂർണ്ണമായ സൗന്ദര്യം ലഭിക്കും. ഒന്ന് സ്വന്തം ചെയ്താട്ടെ. ഈ ഭൂമിയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് 50 കിലോ തൂക്കം. പക്ഷെ നിങ്ങൾ നെപ്റ്റ്യൂണിൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 കിലോ ആകും. നിങ്ങളുടെ രൂപമേ ഇതിൽ നിന്ന് മാറിപ്പോകും. വേറൊരു ലോകത്തിൽ ചെല്ലുകയാണെങ്കിൽ അതിനേക്കാൾ തൂക്കം കുറവായിരിക്കും. ഈ രൂപവും ഇതുപോലെയല്ലായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴായിരിക്കും നമ്മുടെ രൂപം നമ്മൾ തന്നെ ശരിയായിട്ട് അറിയുവാനായി കഴിയുന്നത്. കരമുയർത്തി സ്തോത്രം ചെയ്യാം. അത് കണ്ണുവയ്ക്കുന്നതിനിടയിൽ സംഭവിക്കും. അത് യേശുവിന്റെ പുനരാഗമനത്തിലാണ് അത് സംഭവിക്കുന്നത്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരാൾ മരിച്ചാൽ ഒരു വിശുദ്ധനെങ്കിൽ അയാളുടെ ആത്മാവ് സ്വർഗീയ പർദീസയിലേക്ക് പോകും. ഒരു പാപിയെങ്കിൽ അയാളുടെ ആത്മാവ് യാതനാ സ്ഥലത്തേക്ക് പോകും. ആ പാപിക്കുള്ള ഉയർപ്പ് വെള്ളസിംഹാസനത്തിന്റെ മുൻപിലാണ്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്കത് തുടർന്ന് ചിന്തിക്കാം. എന്നാൽ ഒരു വിശുദ്ധന്റെ ഉയർപ്പ് യേശുവിന്റെ രഹസ്യ വരവിലാണ് സംഭവിക്കുന്നത്. യേശു എന്ന് വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. യേശു എന്ന് വരുമോ അന്ന് ഈ ഉയർപ്പ് നടക്കും. നമ്മുടെ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അനേകരെ ഉയർപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ ഇന്നും പലരും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ അന്ത്യകാലം ധരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർക്കും. ധന്യനായ പൗലോസ് അതിനെ കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്തി നിൽക്കും. ജീവനോട് ശേഷിക്കുന്നവരെല്ലാം രൂപാന്തരപ്പെടും. ഉയർപ്പെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ദുഃഖപൂർണ്ണമാകുമായിരുന്നു. കാശുറാച്ചിന്റെ വലിയപ്പച്ചനെ അടുത്ത സമയത്താണ് മരിച്ചത്. അദ്ദേഹത്തിന് പോകുവാനായി കഴിഞ്ഞില്ല. പക്ഷെ ഉയർപ്പിന്റെ ഒരു പ്രതീക്ഷ തന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പാസ്റ്റർ ജോൺസന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ഓർക്കുന്നുണ്ട്. 2 ശബ്ദത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഞങ്ങൾ അത്ഭുതത്തോടു കൂടി കേട്ടുവന്നിട്ടുണ്ട്. കർത്താവിന്റെ ഉയർപ്പാണ്. പാസ്റ്റർ സന്നിധാകാകുളത്തിന്റെ മാതാപിതാക്കളെ എനിക്ക് 1975 മുതൽ അറിയാം. അവരെല്ലാം കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നുപോയി. എൻ്റെ പ്രിയ മാതാവ് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നുപോയി. അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അവരൊക്കെ നമുക്കിനി കാണുവാൻ ഒരവസരം ലഭിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ വരവിലാണ്. സ്വതന്ത്രം ചെയ്താണ് ദൈവമക്കളെ. പൗലോസ് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ഉയർപ്പില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ ഈ അധ്വാനം വ്യർത്ഥം. നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം എന്താണ്? നമ്മുടെ കർത്താവ് വരും, മരിച്ചവർ ഉയർക്കും, നാം ഉയർക്കും, ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. എന്തൊരു പ്രതീക്ഷ! ശാസ്ത്രത്തിന് തരുവാൻ കഴിയാത്ത പ്രതീക്ഷ. അവരിനി വളർന്ന് മരിച്ചവരെയൊക്കെ ഉയർപ്പിക്കുമായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞവരെ ഉയർപ്പിക്കുവാൻ അവർ വരുമോ?
അവർ വരികയില്ല. ലാബുകളിലൊക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്ന ഏതൊക്കെയും ആരുടെയെങ്കിലും പ്രതിശരീരം ചിലപ്പോൾ അവർക്ക് ജീവൻ കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ കഴിഞ്ഞുകൊള്ളട്ടെ. അതിനെക്കുറിച്ചൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉയർപ്പിക്കുവാൻ അവർ വരുമോ? ഇല്ല. എന്നാൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2000 വർഷമായി ഈ നല്ല കർത്താവിനെ ആരെല്ലാം വിശ്വസിച്ചിട്ടുണ്ടോ, ആരെല്ലാം സ്നാനപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ, ആരെല്ലാം വേർപെട്ടിട്ടുണ്ടോ, ആരെല്ലാം വിശുദ്ധിയിൽ ആരാധിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഈ കർത്താവിനെ അനുഗമിച്ചിട്ടുണ്ടോ, അവരെല്ലാം ദൈവം ഉയർപ്പിക്കും. എത്ര പേർക്കത് വിശ്വാസമുണ്ട്? നമുക്കും അങ്ങനെ ഉയർപ്പുണ്ട്. നമ്മൾ ജീവനോട് ഇരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടും. ഇനിയുള്ള ഏറ്റവും വലിയ സംഭവം എന്താണ്? നമ്മുടെ കർത്താവിന്റെ വരവാണ്. നമ്മുടെ കർത്താവിന്റെ വരവിലാണ്. എന്താണ് നമ്മളിവിടെ വായിച്ചത്? കാഹളം ധരിക്കുമ്പോഴാണ് ഉയർപ്പ് നടക്കുന്നത്. 52-ാം വാക്യം 1 കൊരിന്ത്യർ 11:52. എന്നാൽ അന്ത്യകാഹളം നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുനിൽക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഇനി നടക്കേണ്ട ഏറ്റവും വലിയ സംഭവം നമ്മുടെ കർത്താവിന്റെ വരവാണ്. ഈ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഒരു പ്രസംഗം, യേശുവിന്റെ വരവിനെ കുറിച്ചല്ല, ആ വിഷയത്തെ കുറിച്ച് മാത്രം ആധാരമാക്കി ഒരു പ്രസംഗം കേട്ടവര്, 1 വർഷത്തിനുള്ളിൽ ഒരു പ്രസംഗം കേട്ടവര് ഒന്ന് കരകയറുകയുണ്ട്. നിങ്ങൾ നോക്കുക, വളരെ കുറച്ച് പേര്. ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം, ഞാൻ 36 വർഷമായി യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം, ഏത് യോഗം നടന്നാലും എല്ലാ വർഷവും അത് 4 ദിവസമുള്ളതിലും 2 ദിവസമുള്ളതിലും ഒരാഴ്ചയാണ്. അതിന്റെ അവസാനം കർത്താവിന്റെ വരവിനെ കുറിച്ച് ദിവസം. അടുത്ത വർഷം അങ്ങനെ തന്നെ ആയിരിക്കും, അതിന്റെ അടുത്ത വർഷം അങ്ങനെ തന്നെ ആയിരിക്കും. കഴിഞ്ഞ വർഷം അങ്ങനെ പ്രസംഗിച്ചല്ലോ, അതുകൊണ്ട് ഈ പ്രാവശ്യം കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ട എന്ന് കരുതിയില്ല, ആവർത്തിച്ച്. എന്നാൽ ഇപ്പോഴ് ഇതങ്ങനെ പ്രസംഗിക്കാത്തതിന്റെ കാരണം, ഇത് പ്രസംഗിച്ചിട്ട് വലിയ കാര്യമില്ല. ഇത് കേൾക്കുന്നവർ പോകാനുള്ള സാധ്യതയില്ല, പറയുന്നവരും പോകാനുള്ള സാധ്യതയില്ല. ഇങ്ങനെ പറഞ്ഞു പിന്നെ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉള്ള കാര്യം പറഞ്ഞെങ്ങനെ ഇപ്പം ഫിനാൻഷ്യൽ ക്രൈസിസ് നടക്കുകയാണ്. ഇപ്പോഴേ ഞാനിപ്പോൾ കൊച്ചു മിടുക്കനാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട പരിപാടി ഞാൻ പറയാം. മിടുക്കനാണെങ്കിൽ ചെയ്യേണ്ട പരിപാടി, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് കഷ്ടതകൾ മാറാൻ പോകുന്നു, കമ്പനി ഇവിടെ ഉണ്ടാകാൻ പോകുന്നു, വാതിലുകൾ തുറക്കാൻ പോകുന്നു, ഭരണികൾ ഇങ്ങനെ അറിയാൻ കഴിയാൻ പോകുന്നു, ആളെ ഭാരപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കാര്യമില്ല, ആൾക്കാരിളകും പൈസ കിട്ടും. ഇവിടെ ഭരണി നിറഞ്ഞാലും നിറഞ്ഞില്ലേ, ഏറ്റവും പ്രധാനമായ കാര്യം കർത്താവ് വരിക, കർത്താവിന്റെ വഴി പോവുക എന്നുള്ളതാണ്. സ്വത്രം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലുതൊന്നുമില്ല. പറയും ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ ഇതാകും. ഇനി ഇവിടെ ഇങ്ങോട്ട് സാമ്പത്തികമാന്യം അങ്ങോട്ട് മാറിയിട്ട് ഇവിടെ അമേരിക്ക എല്ലാവർക്കും കൂടെ $1,00,000 വെച്ച് ഫ്രീ ആയിട്ട് കൊടുത്താലും ഞാൻ പറയാം, മലയാളിയുടെ ആർത്തി കുറയുകയുമില്ല, അവൻ്റെ ആവശ്യം കുറയുകയുമില്ല. അവൻ പിന്നെ പ്രാർത്ഥിക്കും കുറച്ചുകൂടെ കിട്ടാനും. ശാലും കൊടുക്കും. അവൻ $1,00,000 കിട്ടിയാൽ അവൻ അടുത്ത പറയും, 2 ലക്ഷം കിട്ടിയിരുന്നെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടെ. എന്നാൽ നമ്മുടെ സമ്പൂർണമായ പ്രശ്നം പരിഹരിക്കപ്പെടും നമ്മുടെ കർത്താവിന്റെ വരവിൽ മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. കാരണം കർത്താവിന്റെ വരവ് അടുത്തുപോയി. ഹല്ലേലൂയ. അതിനുള്ള ലോക സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശു വരും എന്ന് നമ്മൾ വിശ്വസിക്കുവാൻ ന്യായമായ 2-3 കാരണങ്ങൾ ഉണ്ട്. ഇതിവിടെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ഓർപ്പിച്ചു വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളത് വിശ്വസിക്കുവാനായിട്ട് പ്രധാനമായ കാര്യം ഉണ്ട്. ഇപ്പോഴിവിടെ മിസ്റ്റർ ഒബാമ നാളത്തെ യോഗത്തിന് ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞാലും പാസ്റ്റർ ക്ലെമന്റ് പാസ്റ്റർ പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഉണ്ടോ? എന്നാൽ ഇവിടുത്തെ ഇപ്പോൾ ഹിലാരി ക്ലിന്റൺ ഇവിടെ വന്ന് പറയുകയാണ്, നാളെ ഒബാമ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ നേരത്തെ വരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാഷണൽ TV ഒക്കെ അതിനെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ വിശ്വസിക്കും. ഇതുപോലെ പോൾ ഗോപാലകൃഷ്ണൻ ഇവിടുന്ന് നിന്നുകൊണ്ട് യേശു വരുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു ആധികാരികമായ പ്രസ്താവനയല്ല, അതൊരു ആഗ്രഹമാണ്.
എന്നാൽ വേദപുസ്തകത്തിൽ ആധികാരികമായി പറയുവാൻ യോഗ്യരായിരുന്ന ചിലരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്.